അമ്മ അച്ഛൻ രാവിലെ പോയപ്പോ എന്നെ വിളിക്കാത്തമ്മ. നീ ഉറങ്ങായിരുന്നില്ലേ? നശിച്ചൊരു ഉറക്കം. നശിച്ച ഉറക്കമല്ല, ആ നശിച്ച ഫോണും കുത്തിക്കൊണ്ടിരുന്നിട്ട് രാത്രി മൊത്തം എണീച്ചിരുന്ന രാവിലെ ഉറങ്ങേണ്ടി വരും. സ്വാഭാവികം. ഫോൺ കുത്താനെ പറ്റിയ കുറ്റമൊന്നും പറയണ്ട. അമ്മ എന്ത് ഫോൺ കുത്താറില്ലേ? ഞാനേ എന്റെ ആവശ്യത്തിന് എന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫോൺ നോക്കും, അത്രേ ഉള്ളൂ. വെറുതെ ചുമ്മാ പറഞ്ഞ എനിക്ക് സമയം കളയില്ല. എന്ത് കാട്ടി രാവിലെ കണ പെറു കൊടുക്കുന്നു. അമ്മ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യൂ അമ്മ. എന്താണ് സംഭവം എന്ന് കേട്ടിട്ടേ ഞാൻ എഗ്രി ചെയ്യുള്ളൂ. എന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്തോന്നാണ് അമ്മ അമ്മ അച്ഛൻ്റെ അടുത്തേ നമ്മുടെ സിന്ധു ആന്റിയുടെ മോളുടെ കല്യാണത്തിന് പോയി എനിക്ക് പുതിയ ഡ്രസ്സ് എടുത്തരാൻ പറയോ? അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയൂല. നിന്റെ കാര്യം പറഞ്ഞാൽ റിങ്കിയുടെ കാര്യം പറയണ്ടേ? രണ്ടുപേരും ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞാലേ എന്റെ സാരി എടുക്കല് നടക്കൂല. അമ്മേടെ സാരി എടുക്കില്ല? ആ അല്ല, എനിക്കൊരു സാരി വാങ്ങിക്കണം സിന്ധുവിന്റെ മോളുടെ കല്യാണത്തിന് പോകാൻ. പക്ഷെ ആദ്യം മോളുടെ കാര്യം നടക്കട്ടെ അമ്മ. അമ്മ അത്ര റിങ്കിയുടെ കാര്യം പറയണെന്തിനാ? അവളിവിടെ ഇല്ലല്ലോ ഇപ്പൊ. ഞാൻ പറയൂല. നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. ഈ അമ്മേടെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റാത്തോണ്ടല്ലേ അമ്മയുടെ ഞാൻ ചോദിച്ചത്. എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ ആരും പറയണ്ട. ഈ അച്ഛൻ എവിടെ പോയത്? ബാങ്കില്. എപ്പോ വരും? ഹെഡ് ഓഫീസിലാണ് പോയത്. എപ്പോ വരുന്ന എനിക്കും ഒരു ഐഡിയ ഇല്ല. അച്ഛൻ ലീവ് എടുത്ത് വന്നിട്ട് പിന്നെ എന്തിനാ അമ്മ അങ്ങോട്ടൊക്കെ പോണേ? ലീവ് എടുത്ത് ഇങ്ങോട്ട് വരണോണ്ട് തന്നെ ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ. എന്തോന്നോ പേപ്പർ ശരിയാക്കാനെന്ന് പറഞ്ഞു വിട്ടേക്കണം അവിടെ. ആത്മാർത്ഥത്തിന് നിറ കുടം തന്നെ എന്റെ അച്ഛൻ. അങ്ങേരെങ്കിലും പണി എടുക്കട്ടെ, നീ ഒരു പണി എടുക്കൂല. ഞാൻ പോണം. നിനക്ക് സമയം കിട്ടുമ്പോഴേ അച്ഛനെ ഒന്ന് സഹായിച്ചാൽ എന്താ? ഇവൻ സഹായിച്ച ഞാൻ രക്ഷപ്പെടും. എങ്ങനെ ശരിയാകാനാ? മത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കുവോ? അതെന്തൊരു വർത്താനം ഇവിടെ നീ പറഞ്ഞത്? ഡേയ്, ഇവൻ ഗൾഫിൽ പോയി അറബിയെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. ഇവിടെ ഇന്നുവിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി. രാമനുണ്ണിയുടെ ഒരു കാര്യം അല്ലേ? അതെ അതെ അതെ. ചുരുക്കത്തിൽ പറഞ്ഞ ഞാൻ മണിക്കുട്ടണ്ണന്റെ അതേ പകർപ്പാണെന്നാണ് എല്ലാരും പറയുന്നത്. എടാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ആ ജംഗ്ഷനിലേ ഇന്നൊരു സാരി സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുക. അയ്യോ, എങ്കിൽ ഈ വീട്ടിലെ പെണ്ണുങ്ങളൊന്നും അങ്ങോട്ട് വിടണ്ട. എടാ അതല്ലടാ, ഏതോ സിനിമ നടനോ നടിയോ വരുന്നുണ്ടെന്നാ അറിഞ്ഞത്. ഓ, നടനാ? നടനല്ല, നടിയാണെന്നാ തോന്നുന്നു. നടിയാ? എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. എങ്ങോട്ട് പോണ്? എങ്ങോട്ട് പോണ്? അതെ, ഞങ്ങൾ അമേരിക്ക വരെ ഒന്ന് പോകുന്നടി. നാളെ തന്നെ എത്തോ? നാളെ അല്ല, ഇന്ന് വെയിറ്റിംഗ്. എങ്ങോട്ട് പോണ്? ഒന്ന് കുളിക്കാൻ പോണേ പെണ്ണേ. രണ്ടുപേരും കൂടെയാ? ഓ, കുളത്തില്ലല്ലേ? എനിക്ക് പേടിയോ? ഇവിടെ എവിടെ കുളം? ഇവിടെ ഇല്ല, അതുകൊണ്ട് അങ്ങ് ദൂരെ പോണം. ഞാൻ വന്നോടത്തപ്പോ നിങ്ങൾ ഇവിടെ പോണ കാര്യം പറഞ്ഞില്ല. അത് എങ്ങോട്ട് പോണേ? നീ പടി കിടന്നു. അതെ, നമ്മുടെ ആ ജംഗ്ഷനില് ഒരു ഒരു സാരി സെന്ററിന്റെ ഉദ്ഘാടനം കളഞ്ഞു. ഏതാണ്ട് സിനിമ നടനോ നടിയോ ഒക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. നടനാണോ പറഞ്ഞത്? എങ്കിൽ ഞാൻ പറഞ്ഞില്ല. എടാ നടിയാടാ. എന്നിട്ടെന്തുവാ? ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകുന്നു. ഞാനിവിടെ വരാം. നീ വന്നാ ശരിയാകത്തില്ല. അവളെ കൂടെ കൊണ്ടുപോകണം. അങ്ങനല്ല മാമ, എവള് വന്നാ ശരിയാകത്തില്ല. അവിടെ കണ്ണി കാണുന്ന സാധനം എല്ലാം എവള് വാങ്ങി. അയ്യോ ഇല്ല മാമ, ഞാൻ അങ്ങനെ വാങ്ങില്ല. അത് ഞങ്ങള് വേറെ ഒരിടത്തൂടെ പോണം. വേറെ ഒരിടത്തൂടെ പോണം. എവിടെ? ബീവറേജിലാ? അവിടെ ഒന്നുമില്ല, വേറെ ഒരിടത്ത് പോണം. അവിടെ ഞാൻ വരാം. ശല്യമായല്ലോ ഇത്. ഞാൻ പറഞ്ഞല്ല. എന്നാ കൊണ്ടുപോവാ. കൊണ്ടുപോവാ. നീ എല്ലാം ഒരുങ്ങി കെട്ടിവാ. പെട്ടെന്ന് വരണ്ട. നല്ല ഭംഗിയായിട്ട് മേക്കപ്പ്. ഇടി ആള് കൂടുന്ന ഭാഗമല്ലയോ? നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല കളർഫുൾ ഡ്രസ്സും ഒക്കെ ഇട്ട് തയ്യാറാണ്. അണ്ണന് വല്ല കാര്യമുണ്ട് ഇവളെ കൊണ്ടുവന്ന്? നീ അവിടെ ഉള്ള മൊത്തം സാധനം വല്ല പരിപാടി നടക്കൂ? എവളെ ആരും കൊണ്ടുവന്ന്? ഇല്ല. മഹാഭാവം കിട്ടുവാടാ. എന്റെ മാമൻ എവിടെ സ്വഭാവം അറിയാൻ കഴിഞ്ഞേട്ടാ. എടാ, നമുക്ക് പോയി ഡ്രസ്സും ഒക്കെ ചേഞ്ച് ചെയ്തു. അത് പെട്ടെന്നോ? അവളെ ഗ്യാസൊക്കെ ഒരു മുട്ട ബോക്സ് തീരും. അപ്പൊ ഞാനൊന്ന് തയ്യാറായിട്ട് സിനിമ നടനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാലും അവരെന്നെ കൊണ്ടുപോയില്ലല്ലോ അമ്മ. എടി, അവിടെ തിരക്കായിരിക്കും. ഈ ഇനോഗ്രേഷൻ എന്നൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഒരുങ്ങി വരാൻ പറഞ്ഞേ? നിന്നെ ഒഴിവാക്കാൻ. ഒറ്റയ്ക്ക് പോയാ മതിയായിരുന്നു. ഞാൻ അത്രക്കൊക്കെ പോയാ നീ? ഓ, താനദന്ത താന താനദന്ത താന താനദന്ത. അയ്യോ,
നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു എന്നെ കൊണ്ടുപോകാത്തത്? എടി നിന്നെ കാത്ത് ഞങ്ങൾ എത്ര നേരം ഇവിടെ കാത്ത് നിന്നെന്നറിയാവോ? അവസാനം രക്ഷയില്ലാതെ ഞങ്ങൾ അങ്ങ് പോയി. അതാ നടന്ന്. തിരക്കുണ്ടായിരുന്ന കടയില്? ഭയങ്കര തിരക്കല്ലേ. പിന്നെ എങ്ങനെയുണ്ട് കട? കൊള്ളാവോ? ഭയങ്കര കട. നിറച്ച സാധനമൊക്കെ ഉണ്ടോ? പിന്നെ നിറച്ച സാധനം. സാധനം ചേട്ടത് കണ്ട നോക്ക. ഞാൻ ചിന്നൊരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടാ. നോക്കോ. ഇതിന് എത്രയായിരുന്നു? 8000. സാരിയുടെ വില സാരി കണ്ടാ ഞങ്ങൾക്ക് മനസ്സിലാവേ. വെറുതെ നിങ്ങൾക്ക് അറിയാമെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞേ ഉള്ളൂ. കൊള്ളാം. നല്ല പ്രിന്റഡ് സിൽക്ക് സാരി ആണോ? അടിപൊളി സാധനം. ടാങ് ടടാങ്. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് ചേരുകയും ചെയ്യും. ടൺ ടടാങ്. നോക്കേ എങ്ങനെയുണ്ടോ നോക്കേ. കിടൂ. ഏ? ഇത് രസം നോക്ക്. ആ. നല്ല കളർ കേട്ടോ. അയ്യോ ഇത് പക്ഷെ ട്രഡീഷണൽ പട്ടിന്റെ അതേ ഡിസൈൻ. ഈ വലിയ കാഞ്ചീപുരത്തിലൊക്കെ വരുന്ന. വലിയ വിലയായതാ. പിന്നെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ആണോ? ഇതാണോ? പിന്നെ കൊള്ളാം. അമ്മയ്ക്ക് നന്നായിട്ട് ചേരണുണ്ട്. നന്നായിട്ട് ചേരുന്നു. അല്ലേ? ആ നന്നായിട്ട് ചേരുന്നു. അത് പെങ്ങളെ ഇതേ ഞാൻ ശ്രീകുട്ടിക്ക് വാങ്ങിച്ച. നമുക്ക് വാങ്ങിച്ച ശ്രീകുട്ടിക്ക്. ശ്രീകുട്ടിക്ക് കൊണ്ടു കൊടു. അല്ല അത് എന്നെ കാണിക്കണ എന്തിനു? നമുക്കിത് എന്താ പറ്റി? എന്തിന്റെ ആവശ്യം അമ്മ? എന്തിനാ? എന്താ കാര്യം? നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സാരി മേടിച്ച് അത് അമ്മയെ കൊണ്ട് കാണിക്കുന്നതിന്. പിന്നെ ആരെ കൊണ്ട് കാണിക്കേ? അമ്മേനെ മേടിച്ചില്ലല്ലോ. മാമേനെ ഒന്നും പറയണ്ട. സമാധാനല്ലേ ഇപ്പൊ? മനക്കാടായല്ലോ. നീ നിന്റെ അച്ഛനത് പറ. നിന്റെ അമ്മയ്ക്ക് സാരി വെച്ചു കൊടുക്കുക. ഇതെത്ര കഷ്ടം. ഓഹോ ഇങ്ങനെ കൊള്ളാം. കൊള്ളാം കേട്ടാ. നീ പടി. വീട്ടിലെ സമാധാനം വെറുതെ കളയാൻ വേണ്ടി ഓരോ പരിപാടി ഒപ്പിച്ചോളൂ. മണിക്കുട്ടി നീ വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാൻ 1 അല്ല 9 സാരി വാങ്ങിച്ചു. നാളെ ആയിട്ട് എന്തോന്ന്? നാളെ വാങ്ങിച്ചു 9 സാരി. നിങ്ങള് ആ സാരി വാങ്ങിച്ചെന്നാൽ എന്റെ വിഷമം മാറൂല. അത് എന്റെ വിഷമം എന്റെ മണിക്കുട്ടൻ ചേട്ടൻ മാറിയതിലാണ്. മണിക്കുട്ടി മാറിയത് എങ്ങനെ മാറിയെന്ന്? ഇന്നലെ വന്ന ഭാര്യയ്ക്ക് വേണ്ടി സാരി വാങ്ങിച്ചോണ്ടപ്പോഴേ അനിയത്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അനിയത്തിക്ക് കൂടെ ഒരെണ്ണം വാങ്ങാന്നുള്ള ഒരു തോന്നൽ വന്നാ അത് തന്നെ പറയണത് മാറി. എന്തോ മണി ഇങ്ങനെയൊക്കെ പറയണേ. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങിക്കുമ്പോൾ അനിയത്തിയും കൂടെ വാങ്ങിക്കുന്ന വല്ല നിയമം വല്ല ഉണ്ടോ? ഒരു നിയമവും ഇല്ല, ഒരു നിർബന്ധമില്ല. പക്ഷെ എന്റെ മണിക്കുട്ടൻ ചേട്ടനെ എന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും ആദ്യം ഒരെണ്ണം എനിക്ക് വാങ്ങിക്കും, എന്നിട്ടേ ബാക്കിയുള്ളവർക്ക് വാങ്ങുമായിരുന്നുള്ളൂ ഇന്നാൾക്കേ വരെ. ഈ കല്യാണം കഴിഞ്ഞ ആള് മാറി, ഉടനെ ഭാര്യയ്ക്ക് മാത്രമായി. അത് കല്യാണത്തിന് മുമ്പ് നിനക്ക് വാങ്ങിച്ചു തന്നിരിക്കും. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കാര്യം നോക്കണ്ടേ? നീ അതും ഇതും പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കാര്യം മാത്രമേ നോക്കുള്ളൂന്നായില്ലേ? അപ്പൊ എന്റെ ചേട്ടൻ എന്റെ കൈവിട്ട് പോയി അർത്ഥം. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണല്ലോ നീ. എടി അതൊന്നും അല്ല. മണിക്കൂട്ടനുണ്ടല്ലോ ആ കടയിൽ കയറിയപ്പോ ചിലപ്പോ ഒരു സാരി വാങ്ങിക്കാനുള്ള പൈസ കയ്യിൽ കാണുള്ളൂ. അതാണ് എന്റെ ചേട്ടനെ പുലിനട വീട്ടിലെ ഭാർഗവൻ പിള്ളയുടെ മോനാണ്. ഒരു ഉണക്ക സാരി വാങ്ങിക്കാനുള്ള പൈസ കൊണ്ടായിരിക്കില്ല തുണിക്കടയിൽ പോണത്. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ വാ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഉറക്കം വരണില്ല. എന്നാ എനിക്ക് ഉറക്കം വരണം. ഞാൻ കിടന്ന് ഉറങ്ങും. വേണമെങ്കിൽ നീ കിടങ്ങണുണ്ടോ? ഇല്ല. എന്നാ ഞാൻ കിടക്കണേ. ഓ ഉറങ്ങിക്കോ. ഇങ്ങനെ ഒരു ഭർത്താവ്, ഇങ്ങനെ ഒരു ചേട്ടൻ, ആർക്കും സ്നേഹമില്ല എന്റെ അടുത്ത്. എടുത്തോണ്ട് പോവാങ്ങളെ. ആ മാമ അതെ കല്യാണത്തിന് പോകണ്ടേ? പിന്നെ പോണം, കല്യാണത്തിന് പോവാം. അങ്ങനെയാണേലേ നമുക്കൊരു വണ്ടി വിളിച്ച് ഒരുമിച്ച് പോവാം. അത് കൊള്ളാം, നല്ല ഐഡിയ. മതി. അല്ല നീ വരുന്നില്ലേ? ഞാനേ രവിയേട്ടനോട് പറഞ്ഞിട്ടില്ല കല്യാണത്തിനെ പറ്റിയിട്ട്. പുള്ളിയോടൊന്ന് സൂചിപ്പിക്കണം. അതെന്ത് പണിയാ? ഇതുവരെ പറഞ്ഞില്ലേ? അത് നമ്മുടെ അടുത്ത ബന്ധുവാ. കല്യാണം വിളിക്കാൻ വന്നപ്പോ രവിയേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ. ആ കല്യാണത്തിന് പോയാ പറ്റൂ. കല്യാണത്തിന് വരൂല്ലോ നമ്മ പറഞ്ഞില്ലല്ലോ. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്നല്ലേ പറഞ്ഞോളൂ. അതിന് എന്ന് ചിന്നു വരുന്നില്ലേ? അണ്ണാ അതിന് പറ്റൂല. അവൾ അമ്മയോടെ നിൽക്കില്ല. ഇത് കൂടി വെച്ച് വരൂ. അവൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ വരൂലേ? അവള് മിക്കവാറും വരത്തില്ല. അപ്പൊ ഇവരെ കൊണ്ട് നമുക്കങ്ങ് പോവാം. അച്ഛനാണ് നാം വരുന്നില്ലേ? ഞാൻ ഈ വർഷാൽ കുറച്ച് പണി കിടക്കണ്ടേ. പിന്നെ അങ്ങ് പണി കൊണ്ട് വർഷപ്പ് നിറഞ്ഞു കിടക്കില്ലേ മാമ? ഒരു ഉണക്ക വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ ചുമ്മാരി അണ്ണ കാര്യം എന്താണെന്ന് അറിയാമോ? അച്ഛൻ വരാത്തന്നെ അച്ഛന്റെ പഴയ
ടീംസുകൾ അവിടെ ഉണ്ട്, അടി ടീംസ്. നീ വന്ന് അടിച്ചു പോകുന്ന ചോദിച്ചിട്ടേ. അതൊരു രസമല്ലേ ഒന്ന്? ആ നോക്കട്ടെ. നോക്കാന്ന് പറഞ്ഞാ പോരാ, വരണം. അപ്പോഴേ 25 കിലോയുടെ ഒരു വെയിറ്റ് വിളിച്ചപ്പോ നമ്മൾ പോണില്ലേ, നേരത്തെ പോയനെ കേട്ടോ. അതെ, അതിനോട് ലീവ് എടുക്കാൻ പറ. ചോദിച്ചിട്ട് പറയാം ലീവ് ഉണ്ടോ ഇല്ലയോന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ, ലീവ് എടുക്കണമെന്ന് പറയാം. ഓ ചേട്ടത്തി എന്ത് ചേട്ടത്തി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? ഓ എല്ലാവരെയും കല്യാണത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കണതിന്. അല്ലാണ്ട് പിന്നെ ചേട്ടത്തി കഴി ബാ ഇരി. ഞാൻ കഴിക്കണമെന്നില്ല. ചേട്ടത്തി എന്തായാലും ചിന്നു വിളിച്ചപ്പോ എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു. എന്തിന്? അവക്ക് സാരി വെച്ചപ്പോ ചേട്ടത്തി കൊണ്ട് വാങ്ങിക്കാൻ എന്തോ. ഞാനേ ഇന്നലെ വാങ്ങിക്കണമെന്ന് വെച്ച് പോയല്ലേ, ചുമ്മാ വാങ്ങി നോക്കാൻ പോയതാണ്. അപ്പൊ മണിക്കൂട്ടാണ് പെട്ടെന്ന് ഒരു സാരി വാങ്ങിച്ചപ്പോ ഞാൻ വെച്ച് ചേട്ടത്തിക്കായിരിക്കും. ഞാൻ ചിന്നുവിന് ഒരു സാരി കൊണ്ട് വാങ്ങിച്ചു. അതാണ് ഇന്നലെ നടന്ന് സംഭവിച്ചത്. ഭാര്യമാർക്ക് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താക്കന്മാര് തന്നെയാണ്. ഞാൻ പിന്നെ ഇന്നലെ ഇത്തിരി ഓവറാക്കി, എനിക്ക് തന്നെ അറിയാം. എന്നാലും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. ചേട്ടത്തി പറ, ചേട്ടത്തിക്ക് ഏത് കളർ സാരി വേണം? ചേട്ടത്തി വാ, നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങിക്കാം. എനിക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ട്. സാരി ഇല്ലാഞ്ഞിട്ടാണോ? എന്നാലും അങ്ങനെ അല്ലല്ലോ. ചേട്ടത്തി ഒരു കളർ പറ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട്. വേണ്ടടാ, നീ ചോദിച്ചല്ലോ, സന്തോഷം. സത്യം ഉറപ്പായിട്ടും. ഉറപ്പ്. അപ്പൊ എന്നുണ്ട് അതിന് പടക്കമില്ലല്ലോ. സാരി പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? സാരി പ്രശ്നമൊന്നും അല്ല. ഞാൻ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് നിന്റെ അമ്മ അടുത്ത് പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് വേണ്ടത് അങ്ങനെ സാരി തന്നെ. അമ്മയ്ക്ക് ഇഷ്ടംപോലെ സാരി ഉണ്ടല്ലോ കപ്പോണത്ത്. അങ്ങനെ പറഞ്ഞോളൂ അല്ലേ? അതുകൊണ്ട് അങ്ങളിപ്പോ സാരി മേടിച്ചു കൊടുക്കണം നിർബന്ധമാണോ? എന്നാ എനിക്ക് ഓർമ്മ മേടിച്ചോ. എനിക്ക് നീ ഒരു 2.5 മുഴം കൂടെ വളരട്ട്, എന്നിട്ട് നമുക്ക് ചാരി ഉടുപ്പാ കേട്ടാ. ഓക്കോ നീ മാറിപ്പോ. ഓക്കോ ഇത് സ്ഥിരമാണ്. എന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് അങ്ങേരങ്ങ് ഇറങ്ങിപ്പോ. അമ്മ വിഷമിക്കണ്ട അമ്മ. അമ്മയ്ക്ക് ഇന്നലെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷെ ഞാൻ അതൊന്നും വിട്ട്. അമ്മയുടെ മണ്ടത്തരം. അമ്മ വിട്ടിട്ടൊന്നുമല്ല, എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പോഴും വിഷമമുണ്ട്. അല്ലെങ്കിലും മണിക്കൂർ മാമന്റെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് എന്നെ പിടിക്കല്ല, പിന്നെ എങ്ങനെ അമ്മയ്ക്ക് പിടിക്കും? ലൈഫ് ആവുമ്പോ അങ്ങനെയാണടി. അവരവരെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. അമ്മ കൈ ഇങ്ങോട്ട്. അമ്മ കല്യാണത്തിന് പോകുമ്പോ പുതിയ സാരി ഇട്ടുകൊണ്ട് തന്നെ പോവും. അത് ഈ പിങ്കി മോള് തരണം വാക്കാണ്. എന്തു ആടി പെണ്ണെ, ഇത്രയ്ക്ക് സ്നേഹമാണ് അമ്മ എടുത്ത്. എന്ത് മക്കളെ ഒരു വല്ലായ്മ പോലെ ഒന്നുമില്ല അമ്മ. മക്കളെ ഗബി എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞ്. പക്ഷെ മണിക്കുട്ടൻ കാണിച്ചത് വെറും മോശമായി പോയി. നിനക്കൊരു സാരി അവന് വാങ്ങിച്ചു തരാമായിരുന്നു. അതൊന്നും വേണ്ട മാമ. ഇന്നലെ എനിക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നി. ഭാര്യമാർക്ക് ആരാണ് സാരി വാങ്ങിച്ചു കൊടുക്കേണ്ടത്? ഭർത്താക്കന്മാര് തന്നെ. ഞാൻ ചുമ്മാ കടന്ന് എടുത്ത് അടം കാണിച്ച് കുറെ ദേഷ്യമൊക്കെ കാണിച്ചത്. കാര്യമൊക്കെ ശരി തന്നെ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ലാതാവരുത്. അതെല്ലാരും ഓർക്കണ്ടേ? മക്കളെ നിനക്ക് ഞാൻ ഒരു സാരി വാങ്ങിച്ചു. അയ്യോ മാമ, എനിക്ക് ഇഷ്ടം പോലെ സാരി ഉണ്ടല്ലോ. ഇല്ല മക്കളെ, ഞാൻ വാങ്ങിച്ചു തരും. വേണ്ട മാമ, സത്യം പറയട്ടാ, 10 സാരി വാങ്ങിച്ച് തരുന്നതിനേക്കാളും സന്തോഷമാണ് ഒരു സാരി വേണോ എന്ന് ചോദിക്കുമ്പോ. ഇപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞത്. ശരി മക്കളെ, ശരി, ഞാൻ വാങ്ങിച്ചു തരാം. വേണ്ട സാരി ഒന്നും വേണ്ട, ഇത് ചോദിച്ചില്ല, ആ സന്തോഷം മാത്രം മതി. വാങ്ങിച്ചു തരാടി. ഞാൻ വർഷാപ്പിലോട്ട് പോട്ടെ. നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു.
മണി, മണിക്കുട്ടി, മണി, നീ വന്നേ. നിന്റെ പിണക്കൊക്കെ മാറിയേ മണി? ഏത് വണക്കം? അല്ല, ഇന്നലെ സാരി കിട്ടിയില്ല എന്നുള്ള. എനിക്ക് വണക്കൊന്നുമില്ല. ആര് പറഞ്ഞു? നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ പിണക്കമൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ നിന്റെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ നിനക്കൊരു സാരി അങ്ങ് വാങ്ങി. സാരിയാ? ശരിക്കും വാങ്ങിച്ചോ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വാങ്ങിച്ചത്. 1 അല്ല 9 എണ്ണം വാങ്ങിച്ചിരുന്നു പറഞ്ഞില്ലേ. ഇപ്പൊ ഇത് നോക്ക്. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണല്ലോ. എന്നാലും എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. വാങ്ങിച്ചോ? നീ ഇഷ്ടപ്പെട്ടോ നോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. താങ്ക് യു. അളിയോ, മണിക്കുട്ടിക്ക് ഒരു സാരി വാങ്ങി. ആയിക്കോട്ടെ. അണ്ണ വാങ്ങിച്ചത് കൊള്ളല്ലേ? ഇന്നലെ മണിക്കുട്ടൻ ശ്രീകുട്ടിക്ക് ഒരു സാരി വാങ്ങിച്ചപ്പോ ഇവൾക്ക് അങ്ങ് വിഷമമായി. അത് ഞാൻ അങ്ങ് മാറ്റി കൊടുത്തു. അപ്പം മണിക്കുട്ടൻ ശ്രീകുട്ടിക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് പ്രശ്നമായതല്ലേ? പ്രശ്നമല്ല, അവൾക്ക് വിഷമമായി. അല്ല, സാരി വാങ്ങിച്ചത് ശ്രീകുട്ടിക്കാണെന്ന് ആര് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞത് ഒരു കള്ള. അതെന്തിന്? പിന്നെ ആർക്ക് വാങ്ങിച്ചേ? അത് മണിക്കുട്ടിക്കല്ല, പിന്നെ ശ്രീകുട്ടിക്കാണെന്ന് പറഞ്ഞെന്തിന്? എന്റെ അളിയ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഇവളെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടി ചെയ്തതാണ്. ഈ രഹസ്യം അറിയാവുന്ന ഒരാൾ കൂടി നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആര്? റാം സിംഗ്, ഉണ്ണി സിംഗ് കാ ബേട്ട. അതെ, റാം സിംഗ്, ഉണ്ണി സിംഗ് കാ കോട്ട അല്ല ബേട്ട. ഈടാ കള്ള. എന്ത് ചേട്ടത്തി? പോടാ അവിടുന്ന്. പക്ഷേ അയ്യേ, നാശമാക്കി ഞാൻ. അങ്ങനെയല്ല, ഇന്നലെ ഓവറാക്കിയില്ലേ? നമ്മളൊരു കണി വെച്ച് ചേട്ടത്തി കറക്റ്റ് അതിൽ വീണ്. ഇത്രയല്ലേ ഉള്ളൂ സംഭവം. അതെ അതെ അതെ. എന്റെ മുറിക്കകത്ത് ആ ബാഗിനകത്ത് സാരി ഇട്ടുണ്ട്, എടുത്തുണ്ടോ? ജൽദി. അതിന് ഇവിടെ മോമാക്കണത്. അണ്ണാ ഞാൻ എടുത്തോണ്ട് അണ്ണാ. അയ്യോ വേണ്ട അങ്ങളെ. അയ്യോ വേണ്ടങ്ങളെ, അയ്യോ വേണ്ടങ്ങളെ, എന്തിനു വേണം? ഇത്രയും സാരി ആയില്ലേ, ഇനി അമ്മക്ക് സാരി വേണോ? അല്ല, എടുത്തോണ്ട് വരാ. ഞാൻ നമുക്ക് വാങ്ങിച്ചതല്ലേ. നീ ഇപ്പൊ എടുത്തിട്ട് വാ. അല്ല, പോയി, ആള് പോയി. പെട്ടെന്ന് വാ. ആ ബാഗിനകത്ത്, ചുവന്ന ബാഗിനകത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാരി, നല്ല സാരി ഇല്ലേ? എവിടെ പോയി കിടക്കുന്നത്? കണ്ട മണിക്കൂറിന് നിന്നെ സ്നേഹമുണ്ട്. അളിയെ വാങ്ങിച്ച സാരിയല്ലേ ഇത്? 1000 രൂപയ്ക്ക് 4 കിട്ടുന്ന. പിന്നെ 1400 രൂപയായി പറഞ്ഞത്. അണ്ണ അവിടെ ഒന്നും ഇല്ല, ഞാൻ നോക്കി പ്രാന്തനെ. ബാഗിൽ തന്നെ അണ്ണ വെച്ചത്. അതെ, ബാഗിലൊന്നും ഇല്ല. അതെങ്ങനെ പോവാനോ? അണ്ണാ ചുമന്ന ബാഗില്ലേ? ചുമന്ന ബാഗിൽ തന്നെ. അതിലില്ല. അതാ ചുമന്ന ബാഗിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, അത് ചിലപ്പോ മാറി എങ്ങാനും ഇരുന്നല്ല. അതെവിടെ പോയി? അതെവിടെ പോയി? അതെനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, അറിഞ്ഞൂടെ? അത് പിന്നെ ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഞാൻ പുതിയ സാരി കൊടുക്കുന്നു. അപ്പൊ ഞാൻ മാമന്റെ മോഷ്ടിച്ചു. മഹാഭാവി. എനിക്കൊരു കോമ്പറ്റീറ്ററിന്റെ ആവശ്യം ഈ വീട്ടിൽ ഇല്ലാന്ന് നിനക്കറിയാമോ? മക്കളെ മണിക്കുട്ടി, എന്നാ മക്കളെ നിനക്ക് സാരി. സാരിയാ? അവക്ക് ഞാൻ സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എത്ര സാരിയായി? അപ്പൊ എനിക്കൊരു ലുങ്കി വാങ്ങിച്ചാൽ നിങ്ങൾ പറഞ്ഞ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോ. ഈ പോടാ മണിക്കുട്ടി, നിനക്കിപ്പോ 3 സാരി കിട്ടിയല്ലോ. ആ 3 സാരിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാ? അങ്ങനെയൊന്നും ചോദിച്ചൂടാ. പറഞ്ഞു 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 പറഞ്ഞു. പറയണോ? ആ, പറയണോ? ഇഷ്ടപ്പെട്ട സാരി നിനക്ക് പറയട്ടെ? തുറന്നു പറഞ്ഞു. പറയട്ടെ? നീ പറയടി. 1 2 3 4 5 6 7 8 10. എനിക്ക് എന്റെ മണിക്കൂട്ടൻ ചേട്ടൻ വാങ്ങിച്ചെന്ന സാരി. അതെങ്ങനെ ഇരിക്കുന്നു? കണ്ടോ? എന്റെ അണ്ണൻ പാവ നീല ഷർട്ട് ഇട്ടുണ്ടോ, നീല സാരി വാങ്ങിച്ചോ? അത് ഇഷ്ടപ്പെട്ടില്ലല്ലേ അണ്ണ? ഈ സാരി ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി നമ്മളാണ്. അതെ, എന്റെ ജീവിതത്തിലേക്ക് ഇപ്പം ഭാര്യ വന്നാലും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ പൊന്നു പെങ്ങളാ. എന്തായാലും കല്യാണത്തിന് കൊടുക്കാൻ സാരിയായി. നീ ഹാപ്പി അല്ലേ? പക്ഷെ ഒരു കല്യാണം അല്ലേ ഉള്ളൂ, 3 സാരി ഇല്ലേ? ഒരു 2 കല്യാണം കൂടി വന്നിരുന്നെങ്കിൽ. അതായത് തലേദിവസത്തെ ഒരു സാരി കൊടുക്കണം, കല്യാണത്തിന് അന്നൊരു സാരി കൊടുക്കണം, വിരുന്നിനൊരു സാരി കൊടുക്കണം. മിണ്ടാ എനിക്ക്. ഇവിടെ ഒരു കൊച്ചു വളർന്നു വരുന്നത് നിങ്ങൾ ആരും അറിയുന്നില്ലേ? നിങ്ങളൊക്കെ മനസ്സ് വെക്കുകയാണെങ്കിൽ
പോയി